ആഗോള സമർപ്പിത ദിനത്തോടനുബന്ധിച്ച് വടകര സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവക വികാരികളെയും സന്യാസിനിമാരെയും ഇടവക സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കത്തോലിക്ക സഭയിൽ സഭയ്ക്കും ദൈവത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച പുരോഹിതർ, സന്യാസികൾ എന്നിവരെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ഫെബ്രുവരി 2 കർത്താവിന്റെ ദേവാലയ സമർപ്പണ തിരുനാളിനോടനുബന്ധിച്ചാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. വടകര സെന്റ് ആന്റണീസ് കോൺവെന്റിൽ സേവനം ചെയ്യുന്ന സന്യാസികളെയും ഇടവക വികാരി ഡെന്നി തോമസ് അച്ഛനെയും ബ്രദർ ഇമ്മാനുവലിനെയും ഇടവക സമൂഹം ചടങ്ങിന്റെ ഭാഗമായി ആദരിച്ചു. കത്തോലിക്ക സഭയില് ഈശോയുടെ പിറന്നാൾ ക്രിസ്മസിന് ശേഷം പിറവി തിരുനാളിന് ശേഷം വരുന്ന 40-ാം ദിവസമാണ് കർത്താവിൻ്റെ സമർപ്പണ തിരുനാളായിട്ട് കൊണ്ടാടുന്നത്. അതായത് കർത്താവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി യൗസേപ്പിതാവും മറിയവും സമർപ്പിക്കുന്ന ആ ഒരു കർമ്മത്തെയാണ് തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. ഈ ഒരു തിരുനാള് തിരുസഭയിലെ എല്ലാ സമർപ്പിതരുടെയും തിരുനാൾ കൂടിയാണ്. അതായത് സമർപ്പണ ജീവിതം നയിക്കുന്ന സന്യസ്തരുടെയും വൈദികരുടെയും ഒക്കെ തിരുനാളാണ് സമർപ്പണ തിരുനാൾ. അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ എല്ലാ സന്യസ്തരെയും ഈ ഒരു അവസരത്തിൽ ഇടവകയിലെ എല്ലാ ജനങ്ങളും ഒന്നു ചേർന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകമായിട്ട് അവർ ചെയ്യുന്ന സേവനങ്ങളെയും അവർ സമർപ്പണ ജീവിതത്തിലൂടെ സമൂഹത്തിൽ, ഇടവകയിൽ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ പ്രേക്ഷിത രംഗങ്ങളിലൊക്കെ ചെയ്യുന്ന സേവനങ്ങളെ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് അവരെ ഓർക്കാനും അവർക്ക് നന്ദി പറയാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഒരു ചടങ്ങിനെ കാണുന്നത്. ചടങ്ങിൽ സൈമൺ പി ജോസഫ്, ബ്രദർ ഇമ്മാനുവൽ, വേദ പഠന ക്ലാസ് സ്കൂൾ ലീഡർ അഭിഷേക് പീറ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇടവക വികാരി ഫാദർ ഡെന്നി മോസസ് സ്നേഹോപഹാരം നൽകി സന്യാസിമാരെ ആശീർവദിച്ചു. പാരിഷ് കൗൺസിൽ സെക്രട്ടറി സന്തോഷ് കാറുളിക്കാട്ടിൽ സ്വാഗതവും സെന്റ് ആന്റണീസ് മദർ സുപ്പീരിയർ സി സരിത നന്ദിയും പറഞ്ഞു.